ഇപ്രാവശ്യം വി.ഡി. സതീശനോ പിണറായി വിജയൻ? പിണറായി വിജയൻ. പിണറായി വിജയൻ ഉറപ്പാണ്? ഉറപ്പാണ്. ഓക്കെ, കാണാം. വി.ഡി. സതീശനോ പിണറായി വിജയൻ? എന്താണ്? വി.ഡി. സതീശനോ പിണറായി വിജയൻ? എനിക്ക് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. കേരളം ബി.ജെ.പി വരാനാണ് എന്റെ പ്രാർത്ഥന. ഇതൊക്കെ എന്ത്? What is the source of income in Kerala? You tell me. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 1 kilometer to the other end, you get at least 1 or 2 factories. 10 വർഷം കേരളം കുളമായില്ലേ? ഇനിയും വരും. സാധിക്കുള്ളൂ. ഇത്ര പ്രശ്നം വന്നിട്ടും, ഇത്ര വെള്ളപ്പൊക്കം വന്നിട്ടും, ഇത്ര വയനാടിന്റെ ദുരിതം വന്നിട്ടും അവര് മാത്രം ഇതെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുള്ളൂ. LDF-നെ പറയുള്ളൂ, വികസനം കൊണ്ടൊന്നും കാണാൻ പാടില്ലേ? UDF പറയും വികസനമൊന്നുമില്ല, നമുക്കൊന്നും കണ്ട് കാഴ്ചയില്ലാതുകൊണ്ട്. കേരളം എങ്ങോട്ടാണ്? LDF or UDF? LDF. വി.ഡി. സതീശനാണോ പിണറായി വിജയനാണോ? എല്ലാ മേഖലയിലും ഒരു നേട്ടം കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെന്റിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇടതുവശവും വലതുവശവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവർ രണ്ടുപേരും ജനങ്ങളെ ഈ പറഞ്ഞ മാതിരി കേരളം ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 തരം ചൂടാണ്. ഒന്ന് നമ്മുടെ വേനൽ ചൂട്, 2 തെരഞ്ഞെടുപ്പ് ചൂട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണതെന്ന് അറിയാൻ ഞങ്ങൾ നാട്ടിലോട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അറിയാം കേരളം ഇപ്രാവശ്യം എങ്ങോട്ടാണ്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വി.ഡി. സതീശനോ പിണറായി വിജയൻ? നോക്കാം. ചേട്ടാ നമസ്കാരം. ഇപ്രാവശ്യം കേരളം ഇടത്തോട്ടോ വലത്തോട്ടോ? ഇടത്തോട്ടോ. അപ്പൊ 10 വർഷത്തെ ഭരണം ഹാപ്പിയാണ്. അപ്പൊ ഇപ്രാവശ്യം പിണറായി തന്നെ വരും. വി.ഡി. സതീശനോ പിണറായി വിജയൻ? പിണറായി വിജയൻ ഉറപ്പാണ്? ഉറപ്പ്. ഓക്കെ. പിണറായി വിജയൻ ഉറപ്പാണ്? സംശയമല്ല. 10 വർഷത്തെ ഭരണം ഹാപ്പിയാണ്? സംശയമില്ല. ഓക്കെ. നമസ്കാരം ചേട്ടാ. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എങ്ങോട്ടാണ്? വി.ഡി. സതീശനോ പിണറായി വിജയൻ? ഇത്തവണ കോൺഗ്രസ് ആണ്. ഓക്കെ. തെരഞ്ഞെടുപ്പ് ചൂട് ശരിക്കും എല്ലാവരിലേക്കും ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. ഇപ്രാവശ്യം കേരളം എങ്ങോട്ടാണ്? ഇടത്തോട്ടോ വലത്തോട്ടോ? പിണറായി വിജയൻ ഓർ വി.ഡി. സതീശൻ? ഒരു സംശയവും വേണ്ട. ഒരു സംശയമില്ല. വി.ഡി. സതീശൻ ഓർ പിണറായി വിജയൻ? സതീശൻ. എവിടെ ചേട്ടാ പറ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും പിണറായിക്ക് മൂന്നാമത്തെ ഭരണം വരാൻ പോകുന്നു. പിണറായി വിജയൻ മൂന്നാമത്തെ ഭരണം വരാൻ പോകുന്നു. ഓക്കെ. നമസ്കാരം. ഇപ്രാവശ്യം കേരളം എങ്ങോട്ടാണ്? പിണറായി വിജയൻ ഓർ വി.ഡി. സതീശൻ? പിണറായി വിജയൻ നേടും. LDF നേടും. അപ്പൊ 10 വർഷത്തെ ഭരണം ഹാപ്പിയാണ്. എന്താണ് മാറ്റങ്ങൾ വന്നേക്കുന്നത്? ഒട്ടേറെ വികസനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ പെരുമ്പടം പാലം, അതേപോലെ തന്നെ നമുക്കറിയാം നാഷണൽ ഹൈവേ, അതേപോലെ തന്നെ ഈ നമ്മുടെ ഹോസ്പിറ്റൽ, ആശുപത്രികളെല്ലാം നല്ല രീതിയിലുള്ള വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകൾ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്കൂൾ എടുത്ത് നോക്കിയേ, ഹൈസ്കൂളുകൾ, എല്ലാ മേഖലയിലും ഒരു നേട്ടം കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെന്റിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 3.0 എന്നാണ് പറയുന്നത്. 3.0 90 സീറ്റ് നേടി LDF വീണ്ടും അധികാരം വരും. ഓക്കെ. ഇവിടെ നമ്പർ വരെ പറഞ്ഞിട്ടുണ്ട്. 90 സീറ്റ് മേടിച്ച് വീണ്ടും തിരിച്ചു വരുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ ചേട്ടാ പറയൂ. ഇടതുവശവും വലതുവശവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവർ രണ്ടുപേരും ജനങ്ങളെ ഈ പറഞ്ഞ മാതിരി പറഞ്ഞ് പറ്റിക്കുകയാണ്. അപ്പൊ ആരും എന്നാ പറയുന്നേ? ഞാൻ പുതിയൊരു ഇപ്പൊ മറ്റേ NDA വരുന്നില്ല, അവരൊന്ന് നോക്കട്ടെ. അവരെയും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് മോദി അവിടെ ഭരിക്കുന്നത് തരക്കേടില്ലാത്ത ഭരണമല്ലേ. അപ്പൊ അവരുടെ 10 വർഷം ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാ മാറ്റം? ജനങ്ങളെ പറ്റിച്ച് അമ്പലം കൊള്ളയടിച്ച്. ഇതിലൊന്നും തെളിവില്ലല്ലോ. പോലീസ് പിടിക്കാത്ത ഇവരൊന്നും തെളിവില്ല. ഇനി അവര് ഭരിക്കുമ്പോ പിന്നെ എന്നാ തെളിവ് ഉണ്ടാക്കണ്ടേ? അവര് ഭരിക്കുന്നിടത്ത് കട്ടോണ്ട് പോയിട്ട് അവരുടെ പോലീസ് അന്വേഷിക്കണു. എന്താ ഇപ്രാവശ്യം ആര് വരുന്ന പറയുന്നത്? ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലവർ പറഞ്ഞു. ഇവരെ ഈ 2 കൂട്ടരും വന്നിട്ട് ഒരു കാര്യമല്ല. NDA വന്ന് അവരും കൂടെ നോക്കട്ടെ. ഞാൻ ഒരു രാഷ്ട്രീയവും ഇല്ല തനിക്ക്. ഒരു രാഷ്ട്രീയമില്ല. ഞാൻ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പൊക്കെ വരല്ലേ? വി.ഡി. സതീശനാണോ പിണറായി വിജയനാണോ? എങ്ങോട്ടാണ്? പിണറായി വിജയൻ. സംശയമില്ല. ഉറപ്പാണ്? കോൺഗ്രസ് ആരും പറയും. അവരും വരും പറയും പിണറായി ആണോ? ഓക്കെ. നല്ല ഭരണമല്ലേ? നല്ല ഭരണമാണ്. നമുക്ക് നോക്കാം. ഓക്കെ നോക്കാം. BJP ഒന്നും വരാൻ പോകുന്നു. ബി.ജെ.പിക്കും സീറ്റ് ഇല്ല. പിണറായി വിജയൻ തന്നെയാണ്.
വെറുതെ പറയുകയും പറഞ്ഞു ഓക്കെ അപ്പൊ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഓക്കെ ഏതായാലും എല്ലാവരും അഭിപ്രായങ്ങളും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും പിണറായി വിജയൻ വരുന്നാണ് പറയുന്നത്. ഓക്കെ ഉറപ്പാണ് 100%. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്കല്ല. ചേട്ടാ ഇപ്രാവശ്യം വി.ഡി. സതീശനോ പിണറായി വിജയൻ? പിണറായി വിജയൻ. പിണറായി വിജയൻ ഉറപ്പാണ്. ഓക്കെ കാണാം. വി.ഡി. സതീശനോ പിണറായി വിജയൻ? എന്താണ്? വി.ഡി. സതീശനോ പിണറായി വിജയൻ? എനിക്ക് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. ആരോടും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. നമസ്കാരം. ഇലക്ഷനൊക്കെയാണ്, ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. കേരളം ഇപ്രാവശ്യം ആരുടെ ഒപ്പം ആയിരിക്കും? ഈ സർക്കാർ തന്നെ തുടരുമോ അല്ലെങ്കിൽ മറ്റു സർക്കാർ വരുമോ? 50-50 ആയ കുഴപ്പമുണ്ടോ? എങ്ങനെയായാലും പകുതി LDF-ഉം പകുതി BJP ആയാലോ? ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയായിരിക്കും. UDF വരണ്ട. ഓക്കെ അപ്പൊ സാധ്യത ഒന്നില്ലെങ്കിൽ BJP അല്ലെങ്കിൽ LDF. 95% BJP-ഉം 5% LDF-ഉം. കുഴപ്പമില്ല. ഓക്കെ ഇപ്രാവശ്യം കേരളം എങ്ങോട്ടാ? കേരളം BJP വരാനാണ് എൻ്റെ പ്രാർത്ഥന. വരൂല, പക്ഷെ BJP വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെ. പക്ഷെ സാധ്യത ഇപ്രാവശ്യം LDF ആയിരിക്കുമോ അല്ലെങ്കിൽ UDF ആയിരിക്കുമോ? വി.ഡി. സതീശനോ പിണറായി വിജയൻ? വി.ഡി. സതീശൻ മന്നേക്കാൾ നല്ലത് പിണറായി വിജയൻ തന്നെ നല്ലത്. ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നല്ല, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ക്വാളിറ്റികളുണ്ട്. അതിൽ ഭരണമാറ്റം നല്ലതായിരിക്കുമെന്ന് പൊതുവെ ഒരു തോന്നൽ. പിണറായി അല്ലാണ്ട് വേറെ ആരാ പിന്നെ? കേരളത്തിൽ പിണറായി ആയിരിക്കും. അത്രയല്ലേ, വേറെ ആരും ഉറപ്പാണ്. അടുത്ത തുടർ ഭരണം പിണറായി വിജയൻ. 3.0 ഉറപ്പാണ് കേരളം. പിണറായി സാറ്. ഓക്കെ അപ്പൊ എന്തായാലും കാണാം. അപ്പൊ നമുക്ക് ഇനി ഇലക്ഷന്റെ റിസൾട്ട് വന്ന അന്ന് കാണാം. ജാതി ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് കേരളത്തിൽ വന്നതിന് ശേഷം. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ജാതി ഫീൽ ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പൊ കേരളത്തില് ഇത്ര ജാതിബോധമുള്ള ഒരു സ്റ്റേറ്റ് ഞാൻ കണ്ടിട്ടില്ല. നോ, നമ്മുടെ പ്രഭുത്വത്തെല്ലാം വെറുതെയാണ്. നോ, അവിടെയൊക്കെ കേരളത്തിൽ പുറത്താണെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണോന്നേ അവർ നോക്കാറുള്ളൂ. ഇവിടെയാണ് ജാതി വെച്ചിട്ട് ആൾക്കാർ, എസ്പെഷ്യലി ഇത്രയും ജാതി നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലില്ല. ഓക്കെ അപ്പൊ ഇവിടെ നിലവിലുള്ള സാഹചര്യം ഒക്കെ മാറി വരണം. വളരെ മോശമാണ്. ഞാനിപ്പോ ചെയ്യുന്നൊരു ജോലിയാണ് ഇത് പോരാ, വേറെ ജോലി വേണം. ഹലോ നമസ്കാരം. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറണം. പിണറായി വിജയനും അല്ല, വി.ഡി. സതീശനും അല്ല, ആരുമല്ല, മൊത്തം മാറണം. കാലത്തിനൊത്ത് കേരളം നടന്നിട്ടേ ഇല്ല. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻകം ഇൻ കേരള? യു ടെൽ മീ. ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിൽ ഇഫ് യു ട്രാവൽ ഫ്രം 1 kilometer to the other end, you get at least 1 or 2 factories ഉണ്ടാവും. പിന്നെ അതിലൊരു 5 പേർക്കെങ്കിലും ജോലി ഉണ്ടാവുമോ? ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് പാർട്ടിയൊന്നുമില്ല. പക്ഷേ മോദി നല്ലൊരു ഭരണാധികാരിയാണ്. അത് കാരണം പുള്ളിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈസ് ദ സൺ ഓഫ് ദ സോയിൽ. ആ പൾസ് അറിയാം. അതുപോലെ ഒരാൾ ഇനി ഉണ്ടാവാനും സാധ്യതയില്ല. ആരും എന്നാണ് ആഗ്രഹം? സതീശനായിരിക്കും. 10 വർഷം കൊണ്ട് മാറ്റമൊന്നുമില്ല ഇവിടെ. ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ അപ്പൊ സതീശനാവാനാണ് സാധ്യത. വേണം. ഇവരൊന്നും മാറട്ടെ എന്നാണ്, പുതിയ ആൾക്കാർ വരട്ടെ. രണ്ടു കൂട്ടരും വരൂലെന്ന് ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും ഭൂരിഷം കിട്ടില്ല. പിണറായി വിജയൻ വരും 3.0. ഓക്കെ കേരള UDF തന്നെ ഭരിക്കും. പിന്നെ അച്ഛനും മകൾക്കും മരുമകനും തിന്നാനുള്ളതല്ല കേരളം. കട്ടുമുടിച്ച് മാസപ്പടിയൊക്കെ മേടിച്ച് തിന്നാനുള്ളതല്ല കേരളം. പാവപ്പെട്ട തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും ടാക്സ് കൊടുക്കുന്ന പണവും യവന്മാര് കട്ടുമുടിച്ച് ദൂർത്തടിക്കല്ലേ. അതിന് ജനം വിധി എഴുതും. ഒരു തർക്കമില്ല. 10 വർഷം കൊണ്ട് 10 വർഷം കേരളം കുളമായില്ലേ? പിന്നെന്ത് ശവമായി എന്താണ് ഒരു ഇത് പറയുന്നത് എന്ന് പറഞ്ഞ കൂട്ട ആയിപ്പോയി കേരളം. അപ്പൊ കേരളം ആര് വരും? UDF. ഓക്കെ പിണറായി വിജയൻ തന്നെ. 3.0 ആണ്. പിണറായി വിജയൻ 100%. 10 വർഷത്തെ ഭരണം അടിപൊളിയാണ്. ഇനിയും വരും. സാധിക്കുള്ളൂ. ഇത്ര പ്രശ്നം വന്നിട്ടും, ഇത്ര വെള്ളപ്പൊക്കം വന്നിട്ടും, ഇത്ര വയനാടിന്റെ ദുരിതം വന്നിട്ടും അവര് മാത്രം ഇതെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുള്ളൂ. പിണറായി ആണ്. ഓക്കെ ചങ്ങമ്പുഴ പാർക്ക് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ ചൂടില്. ഓക്കെ അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. പിണറായി വിജയൻ ഉറപ്പാണ്. LDF ആരെങ്കിലും പറ്റല്ലേ? നമുക്ക് എന്താ പിണറായി എന്നാണ്. ഓക്കെ അപ്പൊ കാണാം. അതൊന്നും പറയാൻ പറ്റില്ല. LDF-നാണ്. പിണറായി വിജയൻ വീണ്ടും തിരിച്ചു വരും. ഓക്കെ 3.0. ഓക്കെ അപ്പൊ കാണാം. കേരളം എങ്ങോട്ടായിരിക്കും? വി.ഡി. സതീശനോ പിണറായി വിജയൻ? നമ്മളിതിൽ ആരിലും വിടുന്നില്ല. ആര് ഭരിച്ചാലും ഞങ്ങൾ പണിയെടുത്താലേ നമുക്ക് ഇരിക്കാൻ പറ്റും. ആരും കേരളന്മാര് AC കാറിലും മറ്റുള്ള കാര്യത്തിൽ യാത്ര ചെയ്യാനുള്ള ഞങ്ങൾക്ക് ആരും ഒന്നും തരാൻ പോണില്ല. ഞങ്ങൾ കഷ്ടപ്പെടാം. ഞങ്ങളുടെ കൂടെ പിഴിഞ്ഞ് തിന്നോണ്ടിരിക്കണേണ് അവര്. ആരും വന്നിട്ടും കാര്യമില്ല. LDF or UDF?
കൈയാണ് LDF ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങോട്ടായിരിക്കും ട്രെൻഡ്? LDF ആണോ UDF ആണോ? വലതുപക്ഷമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക് മടുത്തു എന്നാണ് എനിക്കൊരു തോന്നൽ. കേരളം മൊത്തം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ആരായിരിക്കും? LDF ആണോ UDF ആണോ? LDF ആവും. അതാണ് ഭരണം. ഹാപ്പിയാണ് 10 വർഷം കൊണ്ട്. ഓക്കെ, അപ്പൊ കാണാം. എൻ്റെ മണ്ഡലം എന്ന് വെച്ചാൽ ആലുവ മണ്ഡലമാണ്. അപ്പോൾ ആലുവ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ അൻവർ സാദിത്താണ് മത്സരിക്കുമ്പോൾ. ഇപ്പോൾ അവരിപ്പോൾ 3-4 തവണയൊക്കെ അവരുടെ പുള്ളി തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ മണ്ഡലത്തിൽ നിൽക്കുന്നത് MLA. പക്ഷേ ആലുവക്കാർക്കൊരു ഗുണമില്ല. കാരണം ആലുവയുടെ എപ്പോഴും ബ്ലോക്കാണ് ആലുവയിൽ. പിന്നെ ഒരു വികസനം ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ LDFൻ്റെ ഇപ്പോൾ നിലവിൽ വരുന്നത് IM ആരിഫ് കുഴപ്പമില്ല. എല്ലാവരും ഒരു ജനകീയനാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടായാലും നല്ല രീതിയിൽ ആ ഒരു വികസനം അനുസരിച്ച് തുടർന്നായാലും നമ്മുടെ ആലുവയ്ക്ക് അത് ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആരിഫിലൂടെ ആലുവ മാറുമെന്നാണ് ആലുവക്കാർ വിചാരിക്കുന്നത്. റോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ റോഡുകളെല്ലാം വളരെ നല്ല റോഡുകളാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയാണ്. അവിടുന്ന് ഇവിടെ വരുന്ന ആൾക്കാർ പോലും നമ്മളോട് പറയുന്നത് അവരുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഗംഭീര റോഡുകളാണ്. അതുപോലെ ബേസിക് അമ്യൂണിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ ഈ 10 വർഷത്തെ സമയം കൊണ്ട് എന്തൊക്കെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്തിട്ടുണ്ട്. ആര് വന്നാലും നാടിന് ആർക്കും നന്മയാൻ കഴിയുന്നോ അവര് ജയിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് എന്തായാലും LDF വരില്ല. LDF വരാൻ ചാൻസ് വളരെ കുറവാണ്. 10 വർഷത്തെ ഭരണം വളരെ മോശമാണ്. എവിടെയാണ് മോശമായി തോന്നിയ ഒരു കാര്യം പറയാം? നമ്മൾ വളരെ കണ്ടതാണല്ലോ, എല്ലാം കട്ടുപിടിക്കുന്നത് നമ്മൾ പരസ്യമായിട്ട് കണ്ടതാണ്. നമ്മളെ സാധാരണക്കാരെ ബാധിച്ച ഒരു പ്രശ്നം പറയാമോ? സാധാരണക്കാരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ ഈ എല്ലാത്തിനും കാശ് കൂടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ സർവേ അനുസരിച്ച് ഇപ്പൊ പറയുന്നത് LDF ആ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വേറെ മറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ഉണ്ടല്ലോ. വ്യക്തിപരമായ അഭിപ്രായം LDF വരട്ടെ. ഏകദേശമൊക്കെ അവര് ഭരണം ഒപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. LDF വരുള്ളൂ. വികസനമൊക്കെ കൊണ്ടൊന്ന് കാണാൻ പാടില്ലേ? UDF പറയും വികസനമൊന്നും ഇല്ലെന്ന്. നമുക്കൊന്നും കണ്ണിൽ കാഴ്ചയില്ലാത്തതുകൊണ്ട്. നമസ്കാരം. ഇപ്രാവശ്യം കേരളത്തിൽ ആരാണ് വരാൻ സാധ്യത? പിണറായി വിജയൻ ഓർ VD സതീശൻ? അത് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ ആഗ്രഹം ആര് വന്നെന്നാണ്? ഞാൻ പറയുമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഓക്കെ. അപ്പോൾ പിണറായി വന്നെന്നാണ് ആഗ്രഹം മനസ്സുകൊണ്ട്. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറിയാം അല്ലേ? കണ്ടറിയാച്ചൊക്കെ കള്ളന്മാരാണ്. കാണുന്നതൊക്കെ കള്ളന്മാരാണ്. അങ്ങനെയല്ല, ഏത് രാഷ്ട്രീയക്കാരും വന്നാലും അവർക്ക് അവരുടെ കാര്യം. പിന്നെ ഇതിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ താങ്ങി നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഗുണമുള്ളത്. അപ്പോൾ ആര് വന്നാലും അവരെ താങ്ങി നടക്കുന്ന ആൾക്കാർക്കാണ് ഗുണമുള്ളത്. രക്ഷയുള്ളൂ. സാധാരണക്കാരായ നമ്മളൊക്കെ എന്നും സാധാരണക്കാരും പെരുവഴി തന്നെ. ഇതിൻ്റെ ഒരു മാറ്റം വരണം. നമുക്ക് മാറ്റം വരാൻ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതെ, അതൊക്കെ ദൈവം തന്നെയാണ്. അപ്പോൾ മാറ്റം വരട്ടെ അല്ലേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ വലിയൊരു മാറ്റം വരട്ടെ കേട്ടാ. ഓക്കെ, പോയിക്കോട്ടെ, കാണാം. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ട് വരുമ്പോൾ കേരളം എങ്ങോട്ടായിരിക്കും? LDF ഓർ UDF? അതായത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് LDF ആണ്. അതിന് ഞാൻ മാറൂല്ല. ഏതായാലും അത് മരിക്കുന്നവരെ LDF ആണ്. അതാണ്. ഓക്കെ, തീരുമാനം തന്നെ LDF ആണ്. അപ്പൊ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് LDF-ന്റെ പോണ്. ഓ, पॉलिटिक्स में राहुल गांधी और मोदी जी? वैसा बोलने के लिए മോദി ജി അച്ഛാ. ഓക്കെ, നമുക്ക് ചെറുപ്പക്കാരോട് ചോദിച്ചാലാണ് ട്രെൻഡ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കേരളം എങ്ങോട്ടാണ്? LDF ഓർ UDF? LDF ഉറപ്പാണ്. 3.0. പിന്നെ ഓക്കെ, അപ്പൊ കണ്ടറിയാം. ഓക്കെ.